ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഡെല്ലിൻ്റെ കുറഞ്ഞ മോഡൽ ഡെസ്ക്ടോപ്പുകളിൽ ഒന്നായ ഡെല്ല് വോസ്ട്രോ എന്ന മോഡലിൻ്റെ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള 3030 i7 ആണ്. i7ൽ കുറഞ്ഞ മോഡലായിട്ടുള്ള വോസ്ട്രോ എന്ന് പറഞ്ഞാൽ ഡെല്ലിൻ്റെ ഒരു കുറഞ്ഞ മോഡലാണ്, വില കുറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് ഡെല്ല് വോസ്ട്രോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് മോഡലാണ് ഇപ്പോൾ ഈ കാർട്ടൂണിൽ കാണുന്നത്. നമ്മൾ സാധാരണ കാർട്ടൂണ് എല്ലാം പഴയ പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്, പഴയ ഒരു സിസ്റ്റം തന്നെയാണ് കാർട്ടൂണൊക്കെ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് അറിയാവുന്ന കേസാണ് ഡെല്ലിൻ്റെ കൂടെ ബോക്സിൽ വരൽ ഒരു കീബോർഡ്, മൗസ്, പവർ കേബിൾ മാത്രമേ വരാറുള്ളൂ സാധാരണ. അത് തന്നെയാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ടാവല്. അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്തിട്ട് നോക്കാം എന്താണ് പുതിയ ഡെസ്ക്ടോപ്പ് ഡെല്ല് പുറത്തിറക്കിയിട്ടുള്ള വോസ്ട്രോ എന്ന് പറഞ്ഞാൽ 3030 എന്ന പുതിയ ലേറ്റസ്റ്റ് മോഡലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്ന് നോക്കാം. അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഡെല്ല് ഡെസ്ക്ടോപ്പ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമ്മൾ പഴയ വരുന്നത് അതേ സിസ്റ്റം തന്നെ, ഒരു വ്യത്യാസമില്ലാതെ ഒരു USB കീബോർഡാണ് വന്നിട്ടുള്ളത്. ഡെല്ലിൻ്റെ ഒറിജിനൽ USB കീബോർഡാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. USB കീബോർഡ്, പിന്നെ അതുപോലെ തന്നെ ഡെല്ലിൻ്റെ ഒരു മൗസും, USB മൗസും, ഒരു പവർ കേബിളും, പിന്നെ കുറച്ച് പേപ്പേഴ്സും. ഇത് മാത്രമാണ് ഇതിൻ്റെ കാർട്ടൂണിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പുതിയ ഡെസ്ക്ടോപ്പ്. ഇതിൽ കാര്യപ്പെട്ട വ്യത്യാസങ്ങളൊന്നും ഡെല്ല് കൊടുത്തിട്ടില്ല പുതിയ മോഡൽസിന്. ഫ്രണ്ടിലത്തെ മോഡല് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പഴയ വോസ്ട്രോനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം സെയിം ആണ്. പിന്നെ ബാഡ്ജിങ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇൻറ്റൽ കോർ i7 എന്നുള്ള ബാഡ്ജിങ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ CD ഡ്രൈവ് ഉണ്ട്, പിന്നെ പവർ ബട്ടണ്, പിന്നെ അടുത്ത് ഓഡിയോ ജാക്കാണ്. 3.5 mm ഒരു ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. 2 USB 2ഉം ഒരു USB 3ഉം ഒരു ടൈപ്പ് സിയും ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇതാണ് ഫ്രണ്ടിൽ വരുന്ന സ്ലോട്ടുകൾ. പിന്നെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ ഒരു HDMI സ്ലോട്ട് വരുന്നുണ്ട്, അതേപോലെ ഒരു ഡിസ്പ്ലേ പോർട്ടിൻ്റെ സ്ലോട്ടും വരുന്നുണ്ട്. 2 USB 3, അതുപോലെ USB 2 രണ്ടെണ്ണം, ഒരു നെറ്റ്വർക്ക് സ്ലോട്ടും, പിന്നുള്ളത് പവർ കൊടുക്കാനുള്ള പ്ലഗാണ്. വേറൊന്നും തന്നെ ബാക്കിലില്ല. പഴയ മോഡൽസിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും VGA സ്ലോട്ടുകളൊക്കെ വന്നിരുന്നു. VGAൻ്റെ നമ്മളെ പഴയ ബ്ലൂ കളറിൽ വരുന്ന VGAൻ്റെ സ്ലോട്ടുകളൊക്കെ വന്നിരുന്നു. ഈ ലേറ്റസ്റ്റ് മോഡലുകളിൽ ഒന്നിലും VGA സ്ലോട്ട് ഇപ്പോൾ വരുന്നില്ല, കുറവാണ്. ഡെല്ലിൻ്റെ ഒരുവിധം മോഡൽസിലൊന്നും വരുന്നില്ല, കാരണം അത് ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് VGA. ഇപ്പോൾ വരുന്നത് കൂടുതലും HDMI അല്ലെങ്കിൽ ഡിസ്പ്ലേ. HDMI പോലും ചിലതിൽ വരുന്നില്ല. HDMIയും ഡിസ്പ്ലേ പോർട്ടുമാണ് ഇപ്പോൾ വരുന്നത് കൂടുതലും, ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതിൽ കൂടുതലും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇത് അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ പുതിയ ഡെസ്ക്ടോപ്പാണ്. അപ്പോൾ RAM, SSD കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. പ്രോസസ്സർ വരുന്നത് 25M Catch 12 കോർ i7 ആണ്. 12 കോർ വരുന്ന i7 പ്രോസസ്സറാണ് ഇതിന് വരുന്നത്. പിന്നെ RAM കൊടുത്തിട്ടുള്ളത് കമ്പനി പറഞ്ഞിട്ടുള്ളത് DDR5 ആണെന്നാണ്. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബാക്ക് സ്ക്രൂ വരുന്നത്, ഈ സ്ക്രൂ അയച്ചാലാണ് നമുക്ക് ബാക്ക് ടോപ്പ് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഈ 2 സ്ക്രൂ അയക്കണം. 2 സ്ക്രൂ ആണ് നമുക്ക് റിമൂവ് ചെയ്യാനുള്ളത്. ഇത് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ സൈഡ് ടോപ്പ് എടുക്കൽ. റിമൂവ് ചെയ്യൽ ആണ് സൈഡ് ടോപ്പ്. അപ്പോൾ ഇതാണ് നമ്മളെ ഡെസ്ക്ടോപ്പ് കേട്ടോ. ഡെസ്ക്ടോപ്പിൽ ഇതാണ് പവർ സപ്ലൈ, ഇവിടെ SSD വരുന്നുണ്ട്, RAM വരുന്നുണ്ട്. ഇതൊരു നമ്മളെ കൂളിംഗ് ഫാനിൻ്റെ എയർ പോകാനുള്ളൊരു കവറാണ്. ഈ കവർ റിമൂവ് ചെയ്യൽ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ SSD വരുന്നത്. SSD 2230 എന്ന മോഡലാണ് ഇതിൽ ഇൻക്ലൂഡിങ് ആയിട്ട് വരുന്നത്, 512 GB. പിന്നെ അത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2280 ആക്കിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. റിമൂവ് ചെയ്തിട്ട് നമുക്ക് 2280 അല്ലെങ്കിൽ ഇതുപോലത്തെ 2230 എന്ന് പറഞ്ഞ സൈസിൽ വരുന്ന M.2 ആഡ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് കുറച്ച് കേബിൾസ് ഒക്കെ വന്ന് കിടക്കുന്നുണ്ട്. ഓൾറെഡി സാറ്റിൻ്റെ ഒക്കെ കേബിൾ വന്നെടുക്കുന്നുണ്ട്. നമുക്ക് സാറ്റ് SSD ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്തിട്ട് ഇതിൽ കൊടുത്ത് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. 2230 ആണ് ഇപ്പോൾ ഇതിൽ ഓൾറെഡി ഉള്ളത്. ഇനി നമുക്കിത് റിമൂവ് ചെയ്തിട്ട് വേണം എന്നുണ്ടെങ്കിൽ 2280 സൈസിലുള്ള ഹാർഡ് ഡിസ്ക് 2.5 ഇഞ്ച് M.2 SSD നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ വരുന്നത് RAM ആണ്.
റാമിൽ നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം എന്താണ് റാം. ഇതാണ് റാം വരുന്നത്. DDR5 5600 എന്ന സ്പീഡിലാണ് റാം വരുന്നത്. റാം ആഡ് ചെയ്യാനായിട്ട് നമുക്ക് 2 സ്ലോട്ടുകളുണ്ട്. ഒന്നിൽ 8 GB ഓൾറെഡി കമ്പനി തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ലോട്ടും കൂടി എക്സ്ട്രാ ഉണ്ട്, അതിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. DDR5 5600 എന്ന സ്പീഡിലാണ് റാം വരുന്നത്. പിന്നെ Wi-Fi 6 ആണ് ഇൻബിൽഡ് ആയിട്ട് വരുന്നത്. പഴയ മോഡലിൽ Wi-Fi 6 അല്ലായിരുന്നു, പഴയ Wi-Fi സിസ്റ്റം ആയിരുന്നു. പിന്നെ SSD പഴയ സിസ്റ്റം തന്നെയാണ് വന്നിട്ടുള്ളത്. 2230 എന്ന് പറഞ്ഞ SSD ആണ് ഇപ്പോൾ നമ്മൾ ഇതിൽ കണ്ടിട്ടുള്ളത്. അത് നമുക്ക് ഓപ്ഷണലായിട്ട് 2280 ആക്കണമെങ്കിൽ ആക്കാം. വേറെ കാര്യപ്പെട്ട ഡിഫറൻറ്റുകളൊന്നും ഡെസ്ക്ടോപ്പിലില്ല, വലിയ ഡിഫറൻറ്റുകളില്ല. ഈ പറഞ്ഞ ചെറിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ഡെസ്ക്ടോപ്പിലുള്ളത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള SSD മാറ്റം, അതുപോലെ Wi-Fi 6 ആണ് വന്നിട്ടുള്ളത് ഡെസ്ക്ടോപ്പിൽ. മറ്റേതിൽ Wi-Fi 6 ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ എന്താണ്, DDR5 റാമാണ്. DDR5 5600 സ്പീഡ് വരുന്ന റാമാണ് ഇതിൽ വരുന്നത്. പഴയ ഓസ്ട്രോയിൽ വന്നിരുന്നത് DDR4 3200 എന്ന റാമായിരുന്നു. വേറെ കാര്യപ്പെട്ട ഡിഫറൻറ്റുകൾ മോഡലിലോ കാര്യങ്ങളോ ഒന്നുമില്ല. സെയിം കോൺഫിഗറേഷനോ എല്ലാം സെയിം തന്നെയാണ്. 8 GB 512 ആണിത് ബിൽഡിനായിട്ട്. 8 GB 512 ആയിട്ടാണ് കമ്പനി നമുക്ക് എത്തിക്കുന്നത്. 24M ക്യാച്ച് 12 കോർ വരുന്ന i7 പ്രൊസറാണ് വരുന്നത്. 12 ജനറേഷൻ്റെ പുതിയ മോഡലാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാര്യമായിട്ടുള്ള വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. നല്ല ഹെവി സ്പെസിഫിക്കേഷൻ ഉള്ള ഏറ്റവും ലോ ബഡ്ജറ്റിലുള്ള ഡെല്ലിൻ്റെ ഓസ്ട്രോ എന്ന മോഡലാണിത്. അതായത് കുറഞ്ഞ മോഡലുകൾ. ഡെല്ലിൻ്റെ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഒപ്റ്റിപ്ലക്സ് എന്ന മോഡലുണ്ട്, കുറച്ചും കൂടി ഹെവിയാണ്. അപ്പോൾ ഇത് കുറഞ്ഞ ആൾക്കാർക്ക് ഉപയോഗിക്കാനും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൈസിൽ വരുന്ന ഡെല്ല് പുറത്തിറക്കിയ പ്രോഡക്റ്റാണ്. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് 3030 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കാര്യപ്പെട്ട എന്തും നോക്കൽ അപ്ഗ്രേഡ് ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇതിൽ കുറഞ്ഞ് വന്നിട്ടുള്ള ഒരു മോഡലുകളിൽ പെട്ട മോഡലാണ് ഇപ്പോൾ ഡെല്ലിൻ്റെ ഈ ഒരു മോഡൽ. അപ്പോൾ വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പ്രൊസർ വരുന്നത് 12 ജനറേഷന് 12700U എന്ന് പറഞ്ഞ പ്രൊസറാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ബോക്സ് ക്ലോസ് ചെയ്യാം. ബോക്സ് ക്ലോസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ കെടുത്തി വെച്ചിട്ട് ഈ ഒരു ആംഗിൾ വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. സ്ക്രൂ ഇങ്ങനെ ബാക്ക് സൈഡിൽ ക്ലോസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ ഇൻബിൾട്ടായിട്ട് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഇല്ല. വിൻഡോസ് അവർ തരുന്നില്ല. വിൻഡോസ് നമ്മൾ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അവരിതിൽ പ്രൊവൈഡ് ചെയ്യണത് പിന്നെ ഉബുണ്ടു ആണ്. ഉബുണ്ടു ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇതിൽ. നമുക്ക് ഉബുണ്ടു കീപ്പ് ചെയ്യണമെങ്കിൽ കീപ്പ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വിവരിച്ച് പറയാൻ മാത്രമുള്ള കൂടുതൽ സ്പെസിഫിക്കേഷൻസ് ഒന്നും വരുന്ന മോഡൽസ് അല്ലത്. കാരണം ഞാൻ നോർമലായിട്ട് നമ്മൾ അപ്ഗ്രേഡ് ഓപ്ഷൻസ് ഒന്നും കാണിച്ച് തന്നതാണ്. നമുക്ക് ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു സംശയങ്ങളാവും, എന്തൊക്കെ സ്ലോട്ടുകൾ വരുന്നുണ്ട്, എന്തൊക്കെ പോർട്ടുകളാണ് ഇപ്പോൾ പുതിയ മോഡൽസിൽ വരുന്നത്. പഴയ ഒരുപാട് മോഡൽസിൽ ഇപ്പോൾ പുതിയ മോഡൽസിലൊന്നും VGA പോർട്ട് വരുന്നില്ല, അതേമാതിരി CD ഡ്രൈവ് വരാറില്ല. അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് കുറേ ആൾക്കാർക്കുള്ള സംശയം ഉണ്ടാവും. അപ്പോൾ പുതിയ മോഡലുകളിൽ ഇത് വരുന്നുണ്ടോ എന്നറിയാനും, അതുപോലെ നമ്മളെ SSD റാം ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യുക, എങ്ങനെയൊക്കെ എങ്ങനത്തെ മോഡൽസുകളാണ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ അറിയാനും വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ഒന്നും ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് അറിയുന്ന ചെറിയ ഡീറ്റെയിൽസുകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ വീഡിയോ ഞാൻ വലിച്ചു നീട്ടിയിട്ട് വല്ലാതെ അങ്ങോട്ട് ലാഗാക്കണില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു, അതുപോലെ ഉപകാരപ്രദമാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കണേ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ മാസ് വേൾഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ കൂടെ നിൽക്കുക. ഓക്കെ.